ഹായ്, ഞാൻ സുബിൻ വി ആർ. ഓൺലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ ന്യൂ ടാക്സ് റെജീമാണ് ഡിഫോൾട്ട് ടാക്സ് റെജീമായിട്ട് വരുന്നത്. അതുമാത്രമല്ല, ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് 7 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടും വരുന്നില്ല. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതുമാത്രമല്ല, ന്യൂ ടാക്സ് റെജീമാണോ ഓൾഡ് ടാക്സ് റെജീമാണോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ഓൺലൈൻ ഫയലിങ്ങിലേക്ക് കടക്കുക. ന്യൂ അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം, ഇതിൽ ഏതാണ് ബെറ്റർ എന്നറിയാനായിട്ട് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് സൈറ്റിൽ തന്നെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടാക്സ് റെജീമാണ് നിങ്ങൾക്ക് ലാഭകരം എന്ന് വീഡിയോ കണ്ട് തീരുമാനിക്കുക. അതിനുശേഷം മാത്രം ഇ ഫയലിംഗിലേക്ക് കടക്കുക. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് പോർട്ടൽ എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ incometax.gov.in എന്നുള്ള ഇൻകം ടാക്സ് ഇ ഫയലിംഗ് പോർട്ടലിൻ്റെ സൈറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത്. നമ്മൾ ലോഗിൻ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ മുകളിലാണ്. നമ്മളിവിടെ പാൻ നമ്പർ കൊടുക്കുന്നു, കണ്ടിന്യൂ, ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. എങ്ങനെയാണ് ഇൻകം ടാക്സിൽ ഒരു ഇ ഫയലിംഗ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മുടെ ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇതുവരെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് ആ വീഡിയോ കണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോം പേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയലിംഗിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മറ്റ് 2 കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഫോം നമ്പർ 26AS, അതായത് ഈ ഫയലിൽ വ്യൂ ഫോം 26AS ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം കൊടുത്ത് ടിക്ക് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ദെൻ വ്യൂ ടാക്സ് ക്രെഡിറ്റ്, അതായത് ഫോം 26AS അത് ക്ലിക്ക് ചെയ്തിട്ട് അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യുക. അസസ്മെന്റ് ഇയർ നമുക്ക് വരുന്നത് 24-25 ആണ്. വ്യൂ ആസ് HTML കൊടുക്കുക, വ്യൂ ഡൗൺലോഡ്. അപ്പോൾ നമ്മളുടെ ഫോം നമ്പർ 26AS ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ സാലറി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസിനെക്കാട്ടും കൂടുതലല്ല എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യുക. നമ്മൾ വിട്ടുപോയിട്ടുള്ള വേറെ വരുമാനങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റിപ്പോർട്ടാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS എന്നുള്ളത്. അപ്പോൾ നമ്മൾ AIS കൂടി സെലക്ട് ചെയ്യുക. നമ്മൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ള AIS ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 2023-24 വരുന്നതെന്ന് ഒന്ന് കൺഫേം ചെയ്യുക. ഇതിൽ ആദ്യം നമുക്ക് ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ അതിൽ സാലറി, ദെൻ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക്, ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. എവിടെ നോക്കിയാണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഇത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സമ്മറി ഷീറ്റായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കേസിൽ പെൻഷൻ, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റെൻ്റൽ ഇൻകം ആയിട്ട് ഇത് മാച്ചിങ് ആണ്. ഇത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നതിലും കുറവ് ഫിഗേഴ്സുകളാണോ അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കാണാനായിട്ട് നിങ്ങൾക്ക് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ടാബും സെപ്പറേറ്റ്ലി കാണാനായിട്ട് സാധിക്കും. TDS, TCS, SFT, ദെൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, ഡിമാൻഡ്, റീഫണ്ട് അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ഫയലിംഗിലേക്ക് പോവാം. നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഫയൽ യുവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ ദ ഇയർ എൻഡഡ് 31 March 2024, അതിൽ ഫോർ അസസ്മെൻറ്റ് ഇയർ 2024-25 ഇതിൽ ഫയൽ നൗ എന്ന് കൊടുക്കാം. നമ്മൾ മുൻപ് ഓൾറെഡി ഒരു ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസ്യൂം ഫയലിംഗ് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഈ ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷനിൽ കൂടി നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിൽ സെലക്ട് അസസ്മെൻറ്റ് ഇയർ കൊടുക്കുക. നമ്മൾ 2024-25 ആണ്. ഓൺലൈൻ മോഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി മുൻപ് ഒരു ഫയലിംഗ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതാണ് ഇവിടെ റിസ്യൂം ഫയലിംഗ് എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം മുതൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് സെലക്ട് ദ സ്റ്റാറ്റസ്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസിലാണ് ഫയൽ ചെയ്യുന്നത്. അതിന് ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ഏത് ITR ഫോമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ITR 1 ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ITR 1 ആർക്കൊക്കെയാണ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നിവിടെ നിങ്ങളൊരു റെസിഡൻ്റ് ആയിരിക്കണം. അതായത് NRI ആയിട്ടുള്ള ഒരാൾക്ക് ITR 1 സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ വരുമാനം 50 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. 5000 രൂപയിൽ കൂടുതൽ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ITR 1 സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല സെക്ഷൻ 194N അതായത് ക്യാഷ് വിഡ്രോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ITR 1 യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ സെനാരിയോയിലെല്ലാം നിങ്ങൾ ITR 2 സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രൊസീഡ് വിത്ത് ITR 1. അപ്പോൾ ITR 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കൺഫേം ചെയ്യാണ്. ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവിടെ പ്ലീസ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ടു പ്രൊസീഡ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ പല കാറ്റഗറികളുണ്ട്. നമ്മളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ, നിങ്ങൾക്കൊരു റീഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വരുമാനമൊന്നുമില്ല പക്ഷേ നിങ്ങൾ റീഫണ്ട് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മളിവിടെ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇവിടെ സീനിയർ സിറ്റിസൺ ആണ്, 3 lakhs വരെയാണ് നമുക്ക് എക്സംഷൻ ഉള്ളത്. പക്ഷേ അതിൽ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനം. നമ്മളത് കാരണം ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ എക്സംഷൻ ലിമിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റെഡ് കളറിൽ ഒരു പോപ്പപ്പ് വന്ന് കാണാം. അപ്പോൾ ഈ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി നിങ്ങളുടെ റിട്ടേൺ പ്രീഫിൽ ചെയ്തിട്ടുണ്ട്. പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്തുകൊണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പ്രീഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതല്ല നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേറെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി കൊടുക്കാവുന്നതാണ്. യു ഹാവ് ഓപ്ഷൻ ടു മേക്ക് ചേഞ്ചസ് ടു ദ പ്രീഫിൽഡ് ഡാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ 5 സെഗ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ, പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടാക്സ് പെയ്ഡ്, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പേഴ്സണൽ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റകളും അതിൽ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കാം, എങ്കിലും നമ്മളതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമുക്കതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, പെൻഷനേഴ്സ് ആണ് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇദ്ദേഹം പെൻഷൻ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഫയൽ ചെയ്തത് കൊണ്ട് ബൈ ഡിഫോൾട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ദെൻ ഫയൽഡ് അണ്ടർ സെക്ഷൻ 139(1). ഇത് സെലക്ട് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഡ്യൂ ഡേറ്റിന് മുൻപ്, അതായത് ജൂലൈ 31 മുൻപാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി 139(1) സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫയൽ ചെയ്തതിന് ശേഷം ഒരു റിവൈസ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 139(5) ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി താഴെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഡു യു വിഷ് ടു എക്സർസൈസ് ദ ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115(BAC) സബ്സെക്ഷൻ 6 ഫോർ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് റെജീം എന്നാ ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന് മുൻപ് എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുള്ളത് വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ പഴയ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ന്യൂ ടാക്സ് റെജീമിൽ നിന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾ പഴയ ടാക്സ് റെജീമാണ്, ഓൾഡ് ടാക്സ് റെജീം സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ യെസ് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല, നമ്മൾ ന്യൂ ടാക്സ് റെജീം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം ആൻസർ ചെയ്യുന്ന ആളുകൾ ഇത് തെറ്റിപ്പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗേറ്റ് വേ ആണത്. അപ്പോൾ ഇത് ഇവിടെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങളുടെ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് എടുക്കുന്നതെങ്കിൽ നോ ആണ് കൊടുക്കേണ്ടത്. പഴയ ടാക്സ് റെജീം, ഓൾഡ് ടാക്സ് റെജീം, അതായത് ഡിഡക്ഷൻസ് ഉള്ള റെജീമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ യെസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂ ടാക്സ് റെജീമാണ് നോ എന്നാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, വാലിഡേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ജനറൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ കൺഫേം ചെയ്യുന്നു. ഇനി നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം, ഇവിടെയാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകം കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് എക്സംഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും എക്സംഷൻസ് സെക്ഷൻ 10(14) അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സംഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നാണ്. നമ്മളുടെ കേസിൽ ഇതൊന്നും അവൈലബിൾ അല്ല. ദെൻ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാലറിയുടെ ടേബിളിലേക്കാണ് പോകുന്നത്. വെരിഫൈ യുവർ ഇൻകം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇൻകം ഫ്രം സാലറി, നമ്മുടെ ഗ്രോസ് സാലറി ബൈ ഡിഫോൾട്ട് അവിടെ വന്നിട്ടുണ്ട് 9,29,428. നമ്മളുടെ ഷീറ്റായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം 16 ആയിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് തന്നെയാണ് പെൻഷൻ അല്ലെങ്കിൽ സാലറി വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ആ കോളത്തിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതലാണ് നിങ്ങളുടെ പെൻഷൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ സാലറി കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം. നെറ്റ് സാലറി എന്ന് പറയുന്നത് 9,29,428 രൂപയാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അതായത് ന്യൂ റെജീം ആയാലും ഓൾഡ് റെജീം ആയാലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി എന്ന് പറയുന്നത് 8,79,428 രൂപയാണ്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി വാടക വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ന്യൂ റെജീമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് വാടക വരുമാനം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് എഡിറ്റ് ഡീറ്റെയിൽസ് ഫോർ ബ്രേക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ടുള്ളതാണ്. പക്ഷേ ന്യൂ റെജീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ലെറ്റ് ഔട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് വാടക വരുമാനം വന്നിരിക്കുന്നത് 2,35,572 രൂപയാണ്. അപ്പോൾ ഗ്രോസ് റെന്റ് റിസീവ്ഡ്, ടാക്സ് പെയ്ഡ് ഓൺ ലോക്കൽ അതോറിറ്റീസ്. ഈ ബിൽഡിങ്ങിൽ നിങ്ങൾ കെട്ടിട നികുതി അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ 15,000 രൂപയാണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൈസ നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 2,20,572 രൂപയാണ്. അതിൻ്റെ 30% നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച് തരും. അപ്പോൾ ബാക്കിയുള്ള 1,54,400 രൂപയാണ് നമ്മളുടെ ഇൻകം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. നമ്മളത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 കാറ്റഗറി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തു. ഇൻകം ഫ്രം സാലറി നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തു. ബൈ ഡിഫോൾട്ടായിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് ഇവിടെ ഒരു ഇൻകം വന്ന് കിടക്കുന്നുണ്ട്. ഇൻകം ഫ്രം ഡെപ്പോസിറ്റ്സ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മളുടെ കേസിൽ ഇതിൽ എല്ലാ വരുമാനങ്ങളും ഇവിടെ വന്നിട്ടില്ല. നേരത്തെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ 9,29,428 എന്ന് പറയുന്നത് നമ്മളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഇവർ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറവ് വരുമാനം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അതിൽ കുറവാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ കുറവ് ഒരിക്കലും കാണിക്കാതായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകത്തിലും ബൈ ഡിഫോൾട്ട് ഇത്ര വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരുമാനം, നമുക്കതിലും കൂടുതൽ പലിശ വരുമാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നു. നമ്മളുടെ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 2,60,000 രൂപയാണ്. നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അതായത് നമ്മളിവിടെ കൊടുക്കുന്നത് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ 2,60,000 രൂപയാണ് നമ്മളുടെ പലിശ വരുമാനം വരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ വരുമാനങ്ങളും ഇൻക്ലൂഡിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറയുന്നത്, അവിടെ എല്ലാത്തിൽ നിന്നുള്ള വരുമാനം നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സേവ് ചെയ്യുന്നു. ഇൻകം സൈഡ് ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഡു യു വാണ്ട് ടു ആഡ് അനദർ ഇൻകം, നിങ്ങൾക്ക് ഡിവിഡൻഡ് അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് അനദർ എന്ന് കൊടുക്കാം. ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ ഇന്ത്യ, നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള വരുമാനം നമ്മൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ വരുമാനം നമ്മൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം, ഡെപ്പോസിറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് 2,60,000. മൾട്ടിപ്പിൾ സെനാരിയോ വരുന്നുണ്ട്. ഫാമിലി പെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ കേസിൽ ഫാമിലി പെൻഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യെസ് കൊടുത്തതിന് ശേഷം ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ പല ആളുകൾ ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പലർക്കും ഇവിടെ ഡിവിഡൻഡ് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിവിഡൻഡ് ഇൻകം കൂടി കൊടുക്കുക. യെസ് കൊടുത്ത് ഡിവിഡൻഡ് ഇൻകം കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 12,93,828 ആണ്. നിങ്ങൾക്ക് ഇവിടെ എക്സംപ്റ്റ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കൊടുക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷം റിട്ടയർ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനെയുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ എക്സംപ്റ്റ് ഇൻകം ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ എന്നുള്ള കേസിൽ നമ്മളിവിടെ എക്സംപ്റ്റ് ഇൻകം കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും ഇത് കൊടുക്കുക. കാരണം ഭാവിയിൽ എന്തെങ്കിലും ഒരു സോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് കഴിയും. നിങ്ങൾ എക്സംപ്റ്റ് ഇൻകം കൊടുത്തു എന്ന് കരുതി നിങ്ങൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടൊന്നുമില്ല.
നമുക്കിവിടെ അങ്ങനത്തെ ഒരു സെനാരിയോ വരുന്നില്ല, അതുകൊണ്ട് നമ്മളത് കൊടുക്കുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഇൻകം സൈഡ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ ടാബ്, അതിലൂടെ കൺഫേംഡ് എന്ന് വരുന്നുണ്ട്. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കൺഫേംഡ് വരുന്നുണ്ട്. ഇനി ടോട്ടൽ ഡിഡക്ഷൻസ്, നിങ്ങൾക്കറിയാം നമ്മൾ ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡിഡക്ഷൻസിന് പ്രത്യേകിച്ച് സ്കോപ്പുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇതെല്ലാം ന്യൂ ടാക്സ് റെജീമാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാം ഡിസേബിൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് കൺഫേം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞു, ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞു, ടോട്ടൽ ഡിഡക്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ടാക്സ് പെയ്ഡ് എന്നുള്ളൊരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ വെരിഫൈ യുവർ ടാക്സസ് പെയ്ഡ് ഡീറ്റെയിൽസ്, ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് അറ്റ് സോഴ്സ്, നമ്മൾ സാലറിയിൽ നിന്ന് 72,000 രൂപ നമ്മൾ ടാക്സ് പിടിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. പെൻഷൻ ഫ്രം ട്രഷറി, നമ്മുടെ സാലറി ഇത്രയാണ്, അതിൽ 72,000 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ടാക്സ് നമുക്ക് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ചലാൻ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ടാക്സസ് പെയ്ഡ് അറ്റ് സോഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഇനത്തിൽ പിടിച്ചിരിക്കുന്ന ടാക്സുകളാണ്, മൊത്തം 18,886 രൂപയാണ് പിടിച്ചിരിക്കുന്നത്. ദെൻ അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, നമ്മൾ അടച്ചിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് ഏത് ഡേറ്റിൽ 1 lakh രൂപയാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വളരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആഡ് അനദർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ചലാൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. വേറെ കറക്ഷൻസ് ഒന്നും ഇതിൽ ചെയ്യാനായിട്ടില്ല, നമ്മൾ കൺഫേം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വന്നിട്ടുണ്ട് 1,13,117 രൂപയാണ്. നമ്മളുടെ ടാക്സസ് പെയ്ഡ് എന്ന് പറയുന്നത് 1,90,000 രൂപയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് റീഫണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് ലയബിലിറ്റി കൂടി ഒന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം നമുക്ക് 12,93,830 രൂപയാണ് വരുന്നത്. ഡിഡക്ഷൻസ് ഒന്നുമില്ല, കാരണം നമ്മൾ ന്യൂ ടാക്സ് റെജീമാണ് എടുക്കുന്നത്. ടാക്സ് പേയബിൾ ഓൺ ടോട്ടൽ ഇൻകം 1,08,766 രൂപയാണ്. ഇതിൽ ഷോ കാൽക്കുലേഷൻ യുവർ ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദ സ്ലാബ് ഓഫ് 20% എന്ന് കാണാം. അത് മാത്രമല്ല നമുക്കതിൻ്റെ കാൽക്കുലേഷൻ കൂടി കാണാം, എങ്ങനെയാണ് ഈ ടാക്സ് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം സീനിയർ സിറ്റിസൺ ആണ്, അതുകൊണ്ട് 3 ലക്ഷം രൂപ വരെ എക്സംഷൻ ഉണ്ട്. 3 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ 5%, അങ്ങനെ ഏത് സ്ലാബിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് വന്നിരിക്കുന്നത് എന്നുള്ള ഈ 1,08,766 രൂപയുടെ ബ്രേക്കപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 20% വരെ, അതായത് 12 ലക്ഷം വരെയുള്ള സ്ലാബിൽ നമ്മൾ ടാക്സ് വന്നിട്ടുണ്ട്. 18,766 രൂപ അടക്കം 1,08,766 രൂപയാണ് ടാക്സ് വന്നിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഷോ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4% ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വന്നിരിക്കുന്നത്, 4,351 രൂപ. ടോട്ടൽ ടാക്സസും സെസ്സും കൂടി 1,13,117 രൂപയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും റിലീഫ് അണ്ടർ സെക്ഷൻ 89. നിങ്ങൾക്ക് സാലറി അരിയറായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലീഫ് ക്ലെയിം ചെയ്യാം. അതിൽ ഫോം നമ്പർ 10E നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റിലീഫ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഫോം നമ്പർ 10E ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇവിടെ റിലീഫ് എമൗണ്ട് ഇവിടെ വരും. അപ്പോൾ റിലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിലീഫ് ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാലൻസ് ടാക്സിലേക്ക് എത്താം. നമ്മളിവിടെ റിലീഫ് ക്ലെയിം ചെയ്യാത്തത് കൊണ്ട് 1,13,117 രൂപ തന്നെയാണ് നമ്മുടെ ടാക്സ്. നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല, കാരണം നമ്മൾ അഡ്വാൻസ് ടാക്സ് കൂടുതലാണ് അടച്ചിരിക്കുന്നത്. 234A, B, C ഒന്നും നമുക്ക് വരുന്നില്ല. ടോട്ടൽ ടാക്സ്, ഫീ ആൻഡ് ഇൻട്രസ്റ്റ് എല്ലാം 1,13,117 രൂപ നമ്മൾ കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നമ്മളുടെ എല്ലാ ടാക്സുകളും, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻ, ടാക്സ് പെയ്ഡ്, ടാക്സ് ലയബിലിറ്റി, ഇതെല്ലാം ഗ്രീൻ കളറിൽ കൺഫേംഡ് എന്നുള്ളൊരു ടിക്ക് മാർക്ക് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും യു ആർ എലിജിബിൾ ഫോർ എ റീഫണ്ട് ഓഫ് 77,770 എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു പ്രിവ്യൂ ആണ്. പ്ലീസ് വ്യൂ യുവർ ടാക്സ് സമ്മറി ഡീറ്റെയിൽസ്. നമുക്കൊരു സമ്മറി ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്സ് സമ്മറി. ഇത് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ഷീറ്റ്, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു സമ്മറി ഫോമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പ്രിവ്യൂ റിട്ടേൺ
അപ്പോൾ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ റിട്ടേൺ എന്നുള്ള ടാബിലേക്ക് പോവാം. ഇത് ആക്ച്വലി ഒരു വെരിഫിക്കേഷൻ ടാബാണ്. നമ്മളുടെ പേര് കൊടുത്തുകൊണ്ട് സൺ ഓഫ് അല്ലെങ്കിൽ സൺ ഡോട്ടർ ഓഫ് ഇന്ന ആളാണ്. ദെൻ നമ്മളത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ്. നമ്മളുടെ ഒരു വെരിഫിക്കേഷൻ പേജാണ് വരുന്നത്. നമ്മളിവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ടു പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ITR 1 ഫോമിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്ത അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടും. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ. നമുക്കത് PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ITR 1 ഫോം തന്നെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ എല്ലാ വിവരങ്ങളും നമുക്കതിൽ കാണാനായിട്ട് കഴിയും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ സാലറി, പെൻഷൻ ഇൻകം, ഡിഡക്ഷൻസ്, ടാക്സസ് പെയ്ഡ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമുക്കിവിടെ ITR 1 നമ്മൾ ITR 1 ഫോം തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ടു വാലിഡേഷൻ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വാലിഡേഷൻ കംപ്ലീറ്റഡ് 3 എറേഴ്സ് ഫൗണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എറേഴ്സ് എന്നുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. പ്ലീസ് എൻ്റർ എമൗണ്ട് അഗെയിൻസ്റ്റ് നേച്ചർ ഓഫ് എക്സെപ്റ്റ് അലവൻസ്. അതായത് ഇങ്ങനെ 3 എറേഴ്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എറേഴ്സ് എന്നുള്ളൊരു കോളത്തിൽ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റെഡ് കളറിൽ, അതായത് ഇൻകം ഫ്രം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ഇൻ എ നോട്ടിഫൈഡ് കൺട്രി. ആക്ച്വലി നമ്മൾക്കത് അങ്ങനെ പ്രത്യേകിച്ചൊരു ക്ലെയിമൊന്നുമില്ല. അതൊരു ബൈ മിസ്റ്റേക്ക് ചിലപ്പോൾ വന്നതായിരിക്കാം, നമ്മൾ അറിയാതെ വന്നതായിരിക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ എന്തെങ്കിലും, അതല്ല നിങ്ങൾക്ക് എററിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണെങ്കിൽ ടൈപ്പ് ചെയ്യുക. നമ്മളുടെ കേസിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഒരു കോളം തന്നെ ബൈ മിസ്റ്റേക്ക് വന്നതാണ്, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. താഴെ അതുപോലെ തന്നെ നേച്ചർ ഓഫ് എക്സെപ്റ്റ് അലവൻസ്, അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അലവൻസുകളൊന്നുമില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ് എറർ വരുന്നത്. ഒന്നുകിൽ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ഇതുപോലത്തെ കോളംസ് കയറി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഫില്ല് ചെയ്യാൻ വിട്ടുപോയതല്ല, ബൈ മിസ്റ്റേക്ക് കയറി വന്നതാണ്. നമ്മളത് ഡിലീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ സേവ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ വീണ്ടും കൺഫേം കൊടുത്ത് നമ്മൾ പഴയ സ്റ്റേജിലേക്ക് തന്നെയാണ് പോകുന്നത്, പ്രൊസീഡ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എററുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഏരിയയിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ പോയിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി. പ്രൊസീഡ് ടു വാലിഡേഷൻ. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വാലിഡേഷൻ സക്സസ്ഫുൾ, നോ എറേഴ്സ് വെർ ഫൗണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ വെരിഫിക്കേഷന് പോവുകയാണ്. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഒന്ന് വെരിഫൈ നൗ, അതിൽ റെക്കമെൻഡഡ് എന്ന് കാണാനായിട്ട് കഴിയും. അതായത് നിങ്ങളുടെ ഒരു ആധാർ OTP അല്ലെങ്കിൽ പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വെരിഫൈ ലേറ്റർ കൊടുക്കുക. നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ നമ്മൾ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെരിഫൈ വയ ITR V, അതായത് ITR V എന്നുള്ളത് ITR വെരിഫിക്കേഷൻ ഫോം എന്നുള്ളത് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ ITR V എന്നുള്ള ആ ഫോമിൻ്റെ ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെരിഫൈ നൗ എന്നുള്ളൊരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് ആധാർ OTP അല്ലെങ്കിൽ ബാങ്ക് പ്രീ വാലിഡേറ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ആധാർ OTP അല്ലെങ്കിൽ ബാങ്ക് OTP വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ആധാർ OTP വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡ് അതാണ്. ആധാർ OTP വെച്ചുകൊണ്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് കഴിയും. ദെൻ അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എഗ്രി ടു വാലിഡേറ്റ് ടിക്ക് കൊടുക്കുക. ജനറേറ്റ് ആധാർ OTP. നമ്മളുടെ ആധാർ OTP ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മൊബൈലിൽ വന്ന ആധാർ OTP നമ്മൾ കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വാലിഡേറ്റ് കൊടുക്കുക. അപ്പോൾ റിട്ടേൺ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഡൗൺലോഡ് എക്നോളജ്മെൻറ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ അസസ്മെൻറ്റ് ഇയർ 24-25, നമ്മളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, ടാക്സസ് പെയ്ഡ്, ദെൻ റീഫണ്ട്, ഇത്ര രൂപയാണ് ടാക്സ് അടച്ചിരിക്കുന്നത്, നമുക്ക് ഇത്ര രൂപ റീഫണ്ട് ആണ് എന്നെല്ലാം കാണാനായിട്ട് കഴിയും. അതിന് താഴെ ഡു നോട്ട് സെൻഡ് ദിസ് എക്നോളജ്മെൻറ്റ് ടു ബാംഗ്ലൂർ. നമ്മളിത് സൈൻ ചെയ്ത് ബാംഗ്ലൂരേക്ക് അയക്കേണ്ടതില്ല, കാരണം നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.